ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു കിഴങ്ങും മുരിങ്ങയ്ക്കയും കൊണ്ടൊരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 4 വലിയ മുരിങ്ങയ്ക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി മേലത്തെ അതൊക്കെ ചുരണ്ടിക്കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. മുറ്റിയ മുരിങ്ങയ്ക്ക ആവരുതേ. പിന്നെ 2 കിഴങ്ങ് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണമാക്കരുതേ. അങ്ങനെ ഇത് നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യമേ ഗ്യാസ് ഓണാക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഓണാക്കേ. പാത്രം ഒന്ന് ചൂടാവട്ടെ. നമ്മളിതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടട്ടെ. പൊട്ടുന്ന കടുകിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒന്ന് കുറച്ച് ഇതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന മുരിങ്ങയ്ക്കയില്ലേ അത് ഇട്ട് കൊടുക്കാം. ഈ കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇതിപ്പം കവർ ചെയ്ത് കൊടുക്കണ്ട. ഇതിങ്ങനെ കിടന്ന് വഴന്ന് വരട്ടെ. ഇപ്പം കവർ ചെയ്യല്ലേ. ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ മീഡിയത്തിൽ ഇട്ടിരുന്നാൽ മതിയേ. നമുക്കിതൊരു മസാല ഉണ്ടാക്കാം. നമുക്ക് മുരിങ്ങയ്ക്കയും കിഴങ്ങും വേവുന്ന സമയം കൊണ്ട് നമുക്കിതൊരു മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ള്. ഇത് ഞാൻ തൊലിയിലത്തുള്ള കറുത്തുള്ളായാലും ഉപയോഗിക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതിനകത്ത് ഒരു 2 പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത്ര ഒരു കഷ്ണം ഇഞ്ചി 2ആയിട്ട് പിളവുന്നത്. പിന്നെ വലുതും ചെറുതുമായിട്ട് ഒരു 8-9 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തോണ്ടേ. ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അതിനകത്ത്. നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് ഇത് ഇളക്കി കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക്. നോക്കിയേ, നമ്മുടെ മുരിങ്ങയ്ക്കയും കിഴങ്ങും ഉള്ളിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് തീ കുറച്ചായിരുന്നേ, സിമ്മിലിട്ടിരുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണാണേ. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ പിരിയം മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. നല്ലതുപോലെ മിക്സ് ചെയ്യാം.
ഇപ്പം മുരിങ്ങയ്ക്കയുടെ നല്ല കിട്ടുന്ന സമയമല്ലേ, അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കണം, നല്ലതാണ്. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന പേസ്റ്റ് അല്ലേ, വെളുത്തുള്ളിയും ഇഞ്ചിയും കടുകും എള്ളും ഒക്കെ ഉള്ള അതിട്ട് കൊടുക്കാം. ഇതെല്ലാം വടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. ഇനി ഇതിനകത്തോട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേ. തീ ഒന്ന് കൂട്ടാം. ഈ കറിക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ വീണ്ടും സിമ്മിലോട്ടിടാൻ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി നോക്കാം. ഒരു 3 മിനിറ്റ് ആയി കഴിഞ്ഞു. വേണ്ടേ, ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കേ. തീ സിമ്മിൽ തന്നെ കിടക്കുക കേട്ടോ. ഈ തൈരിൻ്റെ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കിട്ടേ. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ പുളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോണം, ഒഴിച്ചു കൊടുക്കണം. തീ ഒന്ന് കൂട്ടെ. നമ്മുടെ കിഴങ്ങും മുരിങ്ങയ്ക്ക എല്ലാം വെന്തിട്ടുണ്ടേ. ദേ നോക്കി ഉണ്ടോ? പക്ഷെ ഒന്നും കുഴഞ്ഞൊന്നും പോവില്ല. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. മതി. കുറച്ചുകൂടെ ഒഴിക്കേ. ഒരു 2 ഗ്ലാസ് വെള്ളത്തിനോടൊത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല മിക്സ് ചെയ്യേ. ഈ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് മീഡിയത്തിനും കുറവ്, സിമ്മിലിടണ്ട, അതിനേക്കാൾ വെച്ച് കൂട്ടിയിട്ടിട്ട് നമുക്കൊരു 3-4-5 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം. ഒരു 2-3 മിനിറ്റ് ഇട്ടേക്കാം. അത്രയും മതിയേ. ഈ തീയിലിങ്ങനെ കിടക്കട്ടെ. നമ്മളെ കറി നോക്കിയാലോ. ഒരു 3 മിനിറ്റ് ആയിക്കഴിഞ്ഞേ. ഓക്കെ, ഇളക്കി കൊടുക്കാം. 3-3.5-4 മിനിറ്റ് ആയേ.
തീ കൂട്ടിലെ സിമ്മിൽ തന്നെ ഇടാനുള്ളതായിരുന്നേ, അല്ലെങ്കിൽ എല്ലാം മുരിങ്ങയ്ക്കൊക്കെ കുഴഞ്ഞ് നാര് പോലൊക്കെ ആയിത്തീരെ. ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത്, ഇനി ഇതിനകത്ത് നല്ല ഫ്രഷ് മല്ലിയില വേണ്ടാത്തവർക്ക് ഇടണ്ടേ, നല്ല ടേസ്റ്റാണ് മല്ലിയില ഇട്ട. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്താ മണം! ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുണ്ടല്ലോ, നല്ലൊരു കറിയാണ്. ചോറ് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. താഴോട്ടെടുത്ത് വെക്കേ. ഇനി ഗ്യാസ് ഓഫാക്കുക. നല്ല സൂപ്പർ കറിയല്ലേ ഇത്, ഓക്കെ. ഇത് ടേസ്റ്റായത് വേണമെങ്കിൽ ഇത്രയും വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട, കുറച്ചും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളവും നമുക്കാവാമേ. ഓക്കെ, നല്ല സൂപ്പറായിട്ടുള്ളൊരു മുരിങ്ങയ്ക്ക കിഴങ്ങ് കറി. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, ഒരു മുരിങ്ങയ്ക്ക പോലും പൊട്ടിയിട്ടില്ല കേട്ടോ. എന്നാൽ എല്ലാം നല്ല വെന്തിട്ടുമുണ്ടേ. ഇനി ഇളക്കി ഞാനായിട്ട് പൊട്ടിക്കുന്നില്ല. ഓക്കെ, അടിപൊളി ടേസ്റ്റുള്ളൊരു മുരിങ്ങയ്ക്ക കറി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.